മനുഷ്യൻ്റെ പ്രതീക്ഷയും ദൈവത്തിൻ്റെ പദ്ധതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. രാവും പകലും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യൻ എപ്പോഴും സുഖത്തെ ആഗ്രഹിക്കുന്നു, ഉയർച്ച ആഗ്രഹിക്കുന്നു, നന്മ, സുഖം, സന്തോഷം, വളർച്ച, ഐശ്വര്യം, ധനം, മാനം, ജ്ഞാനം, അറിവ്, ഇതെല്ലാം മനുഷ്യൻ്റെ ആഗ്രഹമാണ്, പ്രതീക്ഷയാണ്. ഇതിനു വേണ്ടിയാണ് കൂടുതലും ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുന്നത്. അവൻ്റെ പ്രാർത്ഥനയുടെ മുഖ്യ ഭാഗവും ഈ വക കാര്യങ്ങൾ അടങ്ങിയതാണ്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ഏകീഭവിപ്പിക്കുവാൻ തക്ക ഒരു സ്വഭാവവിശേഷം നമ്മളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി, സൃഷ്ടിക്കുന്നതിന് വേണ്ടി ദൈവം ഏതെല്ലാം പദ്ധതികൾ നമ്മളിൽ സാധ്യമാക്കി തീർക്കാമോ അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെൻ്റെക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തരുണത്തിൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. 119 സങ്കീർത്തനം 71 വാക്യം. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. ദാവീദ് പറയുന്നതായ ഒരു ഏറ്റുപറച്ചിലാണ്. ധാരാളം കഷ്ടങ്ങൾ ദൈവത്തിൽ നിന്ന് ദാവീദ് കണ്ടു. മനപ്രയാസങ്ങൾ അനുഭവിച്ചു, തിരക്തത അനുഭവിച്ചു, ഉപേക്ഷിക്കൽ, പേടി, ഭയം, പ്രാണഭയം, സ്ഥാനനഷ്ടം, മാനനഷ്ടം എന്ന് വേണ്ട സകലവിധമായ കഷ്ടത്തിൽ കൂടെയും ദാവീദ് കടന്നുപോയപ്പോൾ അതിന് പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്നുള്ളതായ ഒരു വലിയ ഒരു ചിന്ത, ഒരു ദിവ്യ ദർശനം ദാവീദിന് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുകയുണ്ടായി. താൻ ഒരു സങ്കീർത്തനം എഴുതുന്നതായ സമയത്ത് തൻ്റെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ താൻ ചേർക്കുകയാണ്: ദൈവമേ, നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയതെനിക്ക് നന്നായിപ്പോയി എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. എനിക്ക് ഗുണമായിപ്പോയി. എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിച്ചു, കഷ്ടങ്ങൾ സംഭവിച്ചു. ഹൃദയം ഭേദിക്കുന്ന വേദന പലപ്പോഴും ഞാൻ അനുഭവിച്ചു. ഞാൻ വിചാരിച്ചത് ഇതെല്ലാം നീ എന്നോട് അന്യായമായി ചെയ്യുന്നതെന്ന് ഞാൻ ഒരുപക്ഷെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം എന്നെ നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഒരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ് മുറിയിൽ കൂടെയുള്ളതായ ഒരു പരിരക്ഷയായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, കഷ്ടത നമ്മെ തേടിയെത്തുന്നത് യാദൃച്ഛികമായിട്ടല്ല. എന്താണ് ഈ കഷ്ടത? നമ്മൾ പലപ്പോഴും കഷ്ടതയെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. എന്തെങ്കിലും ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായാൽ അതിന് കഷ്ടതയെന്ന് നമ്മൾ പേര് കൊടുക്കും. ഒരു രോഗം വന്നാൽ കഷ്ടതയെന്ന് പേര് കൊടുക്കും. ഒരു പനി വന്നാലും കഷ്ടതയെന്ന് പറയും. അല്പനേരം ദാരിദ്ര്യമുണ്ടായാൽ അത് കഷ്ടതയെന്ന് പറയും. ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കഷ്ടതയെന്ന് പറയും. ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് എന്തെങ്കിലും ഇല്ലായ്മകളെ നമുക്ക് അനുഭവിക്കേണ്ടി വന്നെങ്കിൽ നമ്മൾ അതിനൊക്കെ കഷ്ടതയെന്ന് പേര് കൊടുക്കും. എന്നാൽ അതെല്ലാം കഷ്ടതയാണെങ്കിലും അതിനെക്കാട്ടിലും വളരെ ഡെൻസിറ്റി കൂടിയതായ കഷ്ടങ്ങളുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വളരെയധികം മാനസിക സമ്മർദ്ദത്തിലാകുന്ന ഒരു കഷ്ടത. അതിൻ്റെ ആഴത്തെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അത് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. 4 പേരുടെ മുൻപിൽ വെച്ച് നമ്മെ താഴ്ത്തിക്കെട്ടുന്ന ഒരു അനുഭവം, ഇല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരനുഭവം, ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഒരു വ്യക്തി വന്ന് നമ്മളെ ശാസിക്കുന്നുവെങ്കിൽ ഇതൊക്കെ നമ്മെ 10 ദിവസം പട്ടിണി കിടക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ വേദനയിലേക്ക് കൊണ്ടുപോകും. ഒരു നേരത്തെ കഷ്ടത്തെ അല്ലെങ്കിൽ ആഹാരത്തെക്കാൾ ഒരു രോഗം വന്ന് അനുഭവിക്കുന്ന ഒരു വേദനയേക്കാൾ കൂടുതൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ചില രംഗങ്ങളാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ താഴ്ത്തി അപമാനിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എബ്രായ സഭയോട്
അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ താൻ പറയുകയാണ്, ഇപ്പോൾ സന്തോഷകരമായ ശിക്ഷയെ നമുക്ക് തോന്നുകയില്ല എന്ന് പറഞ്ഞാൽ, താൽക്കാലികമായി നമ്മളിൽ പെട്ടെന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചില ശിക്ഷകൾ, ചില കഷ്ടങ്ങൾ ഒരുപക്ഷെങ്കിൽ നമുക്ക് സന്തോഷകരമായി തോന്നുകയില്ല. എന്നാൽ നീതിയുടെ സമാധാന ഫലം പിന്നീട് നമ്മളിൽ ഉൽപ്പാദിപ്പിക്കുവാൻ ആ കഷ്ടതയൊക്കെയും നമ്മെ സഹായിക്കുന്നു. ഒരിക്കലും ദൈവം നമ്മെ തകർക്കുവാൻ വേണ്ടി കഷ്ടത്തെ നമ്മളിൽ അനുവദിക്കുകയില്ല. പക്ഷേ നമ്മെ രൂപപ്പെടുത്തുവാൻ, നമ്മെ വേറൊരു രൂപമാക്കി തീർക്കുവാൻ കഷ്ടതയിൽ കൂടെ ദൈവം നമ്മെ കടത്തിക്കൊണ്ടുപോയെന്ന് വരാം. നമ്മുടെ ജീവിതത്തിലെല്ലാം നന്നായി പോകുമ്പോൾ, സുഖം അനുഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്താതിരിക്കുന്നു. പ്രാർത്ഥന കുറയും. എന്തെങ്കിലും പേരിന് വേണ്ടി 2 വാക്ക് പ്രാർത്ഥിച്ചെന്നിരിക്കും. തിരുവചനത്തെ ധ്യാനിക്കുവാൻ നമുക്ക് വെറുപ്പ് തോന്നും. ദൈവത്തിൽ ആശ്രയിക്കുന്നത് വളരെയധികം കുറയും. പക്ഷെങ്കിൽ കഷ്ടം വന്നാലോ കൂടുതൽ പ്രാർത്ഥനയുടെ സമയം അങ്ങ് കൂടും. ഉപവാസം വരും. പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീര് വരും. കൂടുതൽ ദൈവത്തെ അന്വേഷിക്കുന്നവരാകും. നോക്കൂ, സമൃദ്ധി നമ്മെ സൗകര്യപ്രദമായുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. എന്നാൽ കഷ്ടത ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു നീതിമാനായ മനുഷ്യത്വത്തിലേക്ക് അത് നമ്മെ നയിക്കുന്നതിനിടയായിത്തീരും. ഇതിനെക്കുറിച്ചാണ് ദാവീദ് പറയുന്നത്, എനിക്ക് താൽക്കാലികമായ സുഖത്തേക്കാൾ കൂടുതൽ അനന്തമായ ജീവിതത്തിൻ്റെ പരമോന്നത തേടുവാൻ തക്കവണ്ണം എൻ്റെ കഷ്ടത എന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ കഷ്ടതയാണ് എന്നിൽ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനുശേഷം ദാവീദ് പറയുകയാണ്, നിൻ്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം. കഷ്ടം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ക്ലാസ് മുറിയാണ്. വളരെ സൗകര്യത്തോടുകൂടെ അല്ലെങ്കിൽ നമുക്ക് പഠിക്കുവാൻ നല്ല സമയം കിട്ടിയിട്ടും, വളരെ സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടും പഠിക്കാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് പഠിച്ചെടുക്കുവാൻ വേദന നമ്മെ സഹായിക്കും. വേദനയിൽ മാത്രമേ നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുകയുള്ളൂ. യോബ് കഷ്ടത്തിൽ ദൈവത്തെ നേരിട്ട് കണ്ടു. യോസെഫ് തടവിൽ വെച്ച് ക്ഷമിക്കുവാൻ താൻ പഠിച്ചു. ഗുഹകളിൽ വെച്ച് ദാവീദ് വിനയം എന്താണെന്ന് പഠിച്ചു. യോബ് താൻ പറയുകയാണ്, ദൈവമേ, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ നേരത്തെ കേട്ടിരുന്നുള്ളൂ. പക്ഷെങ്കിൽ ഇவ்விധമായ കഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നുകൂടിയപ്പോൾ അത് എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നത് പോലെ മുഖാമുഖം ദൈവത്തെ കാണുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരികയുണ്ടായി. പ്രിയരെ, വേദന നമ്മെ വിവരത്തിൽ നിന്നും അനുഭവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. 4-ാമത്തെ കാര്യം, കഷ്ടത ആത്മീകമായ ആഴം നമ്മളിൽ സൃഷ്ടിക്കും. കാറ്റ് തട്ടാത്ത മരത്തിന് ആഴത്തിലുള്ള വേറുണ്ടാകില്ല. സഹിഷ്ണുത, പരീക്ഷണങ്ങൾ എപ്പോഴും സഹിഷ്ണുത നമ്മിൽ ഉൽപ്പാദിപ്പിക്കുന്നു. സഹിഷ്ണുത പക്വതയെ ഉൽപ്പാദിപ്പിക്കുന്നു. യാക്കോബ് പറയാണ്, പരീക്ഷണങ്ങളിൽ വീഴുമ്പോൾ നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ സന്തോഷമായി ആ പരീക്ഷകളെ എണ്ണുവീൻ. ദൈവത്തിന് നമ്മുടെ സൗകര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ സ്വഭാവ വൈശിഷ്ട്യമാണ് പ്രധാനം. 5, യേശുവൻ കഷ്ടത്തിൽ കൂടെ ചില കാര്യങ്ങൾ പഠിച്ചു. ദൈവപുത്രനാണ് എങ്കിലും അവൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ എബ്രായ ലേഖനം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വചനമാണ്. നമുക്കറിയാം, കർത്താവ് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ്. താൻ എന്തിന് കഷ്ടങ്ങൾ അനുഭവിക്കണം? ഈ അഖിലാണ്ടത്തെയും സൃഷ്ടിച്ചവനായ ദൈവം കഷ്ടത പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അനുസരണം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? എങ്കിലും തന്നിൽ വിശ്വസിക്കുന്ന ജനം, തന്നിൽ വിശ്വസിക്കുന്ന ആട്ടിൻകൂട്ടം അനുസരണത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കുന്നതിന് വേണ്ടി തൻ്റെ പുത്രനെ കഷ്ടങ്ങളാൽ
അനുസരണം പഠിക്കുന്നവനാക്കി തീർത്തു ദൈവം. ക്രൂശ് തോൽവി പോലെ കർത്താവിന് തോന്നിയില്ല. പക്ഷേ തൻ്റെ മുൻപിൽ വെച്ചിരുന്നതായ കുരിശിനെ അത് രക്ഷയായി കർത്താവ് കണക്കാക്കി. നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടത എന്ന് പറയുന്നത് ഒരവസാന വാക്കല്ല. പലപ്പോഴും നമുക്ക് കഷ്ടത നേരിടുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു, കഴിഞ്ഞു, ഇനി ഒരു രക്ഷയില്ല, ഉയർച്ചയില്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെങ്കിൽ പ്രിയരെ, കഷ്ടതയുടെ പാതകളിൽ കൂടെ കടന്നുപോയ നീതിമാന്മാരുടെ സാക്ഷ്യം കഷ്ടത നമ്മെ ഉയർച്ചയിലേക്ക് കയറിപ്പോകുവാനുള്ള പടവുകളാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ. തോൽവികൾ, ഇന്നത്തെ തോൽവികൾ നാളത്തെ ജയത്തിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റമാണ്. ഇന്ന് തോൽക്കുന്നവനെ നാളെ ജയിക്കാൻ കഴിയൂ. എപ്പോഴും ജയിക്കുന്നവർക്ക് ആ ജയത്തിൻ്റെ ആ വലിയ വാല്യൂ അല്ലെങ്കിൽ വില എന്താണെന്ന് അവനറിയില്ല. എന്നാൽ ഒരിക്കലെങ്കിലും തോറ്റുപോയ വ്യക്തികൾ ആ തോൽവിയുടെ ദുഃഖം ഏറ്റുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ജയം വരുമ്പോൾ അവനിൽ ഉണ്ടാക്കുന്നതായ ജയത്തിൻ്റെ ആ അല്ലെങ്കിൽ ആ അലകൾ, ആ സന്തോഷം, അവനിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം, അത് അളക്കാൻ കഴിയാത്തതാണ്. കാരണം അതിനു മുമ്പ് അവൻ തോൽവികൾ അവൻ്റെ ജീവിതത്തിൽ കഷ്ടതയോടുകൂടെ ദുഃഖത്തോടുകൂടെ ഏറ്റുവാങ്ങിയവനാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗം, നീരസം, മറ്റുള്ളവരിൽ നിന്ന് അവഗണന, ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിന് പകരം എന്താണ് ദൈവം എനിക്കുണ്ടാകുന്ന രോഗത്തിൽ നിന്ന് എന്നെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്? മറ്റുള്ളവർ എന്നെ അവഗണിക്കുമ്പോൾ ഒരു നീതിമാൻ്റെ ചിന്ത, ദൈവമേ, നീ ഈ അവഗണനയിൽ നിന്ന് എന്നെ പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? കഷ്ടത അഹങ്കാരത്തെ നീക്കും. മനുഷ്യാശ്രയത്തെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതായ ആ പ്രവണതയിൽ നിന്ന് നമ്മെ മാറ്റും. പ്രാർത്ഥനയിൽ നമ്മെ ആഴത്തിലേക്ക് കഷ്ടത നമ്മെ കൊണ്ടുപോകും. ഒരിക്കൽ ദൈവം ഭൂമിയെ കുലുക്കുമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ നിവാസികൾ മുഴുവനും ആകാശത്തേക്ക് നോക്കേണ്ടതിന് ദൈവം ഈ ഭൂമിയെ കുലുക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ കുലുക്കപ്പെടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഉയരത്തിലേക്ക് നോക്കും. ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് ആദ്യം മുകളിലേക്ക് നോക്കുകയാണ്. നമ്മുടെ കഷ്ടതയിൽ തോൽക്കുന്നവരായിട്ടല്ല, ജയാളികളായി നാം തീരണം. കഷ്ടത കണ്ട് ഭാരപ്പെടരുത്, കഷ്ടത കണ്ട് ദുഃഖിക്കരുത്, കഷ്ടത കണ്ട് പരാതിപ്പെടരുത്. കഷ്ടത നിന്നെ നന്മയിലേക്ക് നയിക്കുവാനാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടത നാളത്തെ സുഖത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടിയാണ്. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടതകൾക്കെല്ലാം ദൈവം പ്രതിഫലം നൽകുന്ന കഷ്ടതയാണ്. മറ്റുള്ളവർ നിന്നെ അവഗണിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ, താഴ്ത്തിക്കെട്ടുമ്പോൾ, രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ രോഗിയായി നീ ഒരു നിരാശപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നീ തള്ളപ്പെടുമ്പോൾ, ആരും നിനക്ക് ആശ്രയമില്ലാതെ, നിന്നെ ആരും സഹായിക്കുവാനില്ല എന്ന് നിൻ്റെ ജീവിതത്തിൽ നീ വേദന കൊണ്ട് നിൻ്റെ ജീവിതത്തിലെല്ലാം കഴിഞ്ഞുപോയി എന്നുള്ളതായ ഒരു ചിന്ത നിന്നെ ഭരിക്കുമ്പോൾ, അങ്ങേയറ്റത്ത് നിന്ന് ഇതിൽ കൂടെയൊക്കെയും വഴി നടത്തിയ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുകയാണ്, ഇതിലെല്ലാം നിനക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. ഇന്ന് നീ കഷ്ടത കാണുന്നു, അതെല്ലാം താൽക്കാലികമാണ്. നാളത്തെ ഉയർച്ച കണ്ട് നീ സന്തോഷിക്കും. ഇന്ന് കരയുന്ന നിങ്ങൾ നാളെ നിങ്ങൾ സന്തോഷിക്കുന്നതിനിടയായിത്തീരും. കർത്താവ് പറയുന്നു, ഇപ്പോൾ വിശക്കുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്. നാളെ നിങ്ങൾ സുഖമനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും. ഇപ്പോൾ സങ്കടപ്പെടുന്ന നിങ്ങൾ നാളെ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. ദൈവത്തിൻ്റെ വചനം അടിസ്ഥാനമായി നാം വായിച്ച വേദഭാഗം 119 സങ്കീർത്തനത്തിൻ്റെ 71 വാക്യം, നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. ആ കഷ്ടതയുടെ പാതയിൽ നടന്നുകൊണ്ട് ദൈവത്തിൻ്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതം നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.